അച്ഛ ഇത് കണ്ടോ അച്ഛേ? എന്താണ് സംഭവം? ഇത് കണ്ടോ? ഇത്രയും നീളമുള്ള മത്തങ്ങ അച്ഛ കണ്ടിട്ടുണ്ടോ? മത്തങ്ങ ഇത് മത്തങ്ങ. ഇതുണ്ടല്ലോ ഫിജി പംകിൻ എന്ന് പറയും. നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്ന കേട്ടോ. ആക്ച്വലി ഞാൻ ഗാർഡനിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് കാണിച്ചപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എന്താ പറയാ ഫിജീൻ്റെ പുള്ളിക്കാരത്തി ഭയങ്കര സ്നേഹമാണ് നമ്മളോടൊക്കെ. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് വന്ന് ചോദിച്ച്, അപ്പം ഇടി എൻ്റെ കയ്യിൽ ഒരു മത്തങ്ങയുണ്ട്, അപ്പം അതിൻ്റെ സീഡ് നിങ്ങൾക്ക് എടുക്കാം, അപ്പം ആ സീഡ് എടുത്ത് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഗാർഡനിങ്ങിന് യൂസ് ചെയ്തോളാം. വെറൈറ്റി സാധനം. അപ്പൊ ഞാനും ഗ്രൗണ്ടിൽ തന്നെ വളർത്തേണ്ടി വരും. അപ്പൊ ഞാൻ വിചാരിച്ച ശരിയാ. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു, പുള്ളിക്കാരത്തിയുടെ ഒരു 3-4 ഉണ്ട്, അപ്പം നമുക്കത് എന്താ പറയാ എനിക്ക് ഒരെണ്ണം തരാന്ന് പറഞ്ഞു. ഉണ്ടല്ലേ? എനിവേ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈം സമ്മറിന് നമ്മുടെ ഗാർഡനിൽ പരീക്ഷിക്കാനുള്ള സാധനമാണ്. അപ്പൊ ഇതിന്റെ സീഡ് എടുത്ത് വെക്കണം. മെയിൻ ആയിട്ട് അതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഇത്ര നീളമുള്ള ഒരു മത്തങ്ങ ഞാനും ആദ്യമായിട്ട് കാണുന്നത്. കടകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ, പക്ഷെ നമ്മളിപ്പോ യൂസ് ചെയ്യാൻ പോണത് ആദ്യമായിട്ടാ. ടേസ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആന്നൊക്കെയാ പറഞ്ഞിരുന്നത്. അപ്പൊ വെച്ച് നോക്കിട്ട് ഞങ്ങൾ പറയാം എങ്ങനെയുണ്ടെന്ന്. കട്ട് ചെയ്ത് നോക്കണം. ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് 4 അയ്യടാ, ഇതിന് കുരുവില്ലേ? അപ്പൊ എനിക്ക് വെറൈറ്റി സാധനം. നമ്മളിപ്പോ സാധാരണ മത്തങ്ങ കാണുന്നതാണല്ലേ, നീ നോക്കി കുരു കാണുന്നില്ല. ഇനിയിപ്പൊ ഇങ്ങനെ മുറിച്ച് നോക്കണം. കുരു കാണുന്നില്ല. ദൈവമേ, നോക്കട്ടെ, അടുത്ത നോക്കട്ടെ. എനിക്ക് തോന്നുന്നു അച്ഛാ, എനിക്ക് തോന്നുന്നു കുറച്ച് കുരുവല്ലേ കാണത്തുള്ളായിരിക്കും. നോക്കാം, പക്ഷെ എന്നാലും ഒന്ന് കാണണ്ടല്ലേ അല്ലേ? വരുന്നുണ്ട് തോന്നുന്നത്. ഈ മത്തങ്ങയും മണമുണ്ട് കേട്ടോ. മത്തങ്ങയുടെ തന്നെ മണം. നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലെ മത്തങ്ങയുടെ മണമുണ്ട്. എനിക്ക് തോന്നുന്ന ആ ഒരു ഇതല്ലേ ഇതിന്റെ അല്ല, അതിന്റെ ബോട്ടം പാർട്ടിലാട്ടാ സാധനം. ഇത് ബോട്ടം പാർട്ടാ. നമ്മളിങ്ങനെ തൂങ്ങി കിടക്കുമ്പോ ഇതാണ് ബോട്ടം പാർട്ടിൽ വരുന്നത്, ബേസ് ആയിട്ട് വരുന്നത്. ആ സംഭവത്തില് എനിക്കൊന്ന് മറ്റേ മത്തങ്ങയുടെ അത്രയും കുരുക്കളില്ല അല്ലേ? മറ്റേനകത്ത് ഭയങ്കര നിറച്ചു കുരുവായിരുന്നു. ഇതിപ്പോ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് മാറ്റി എടുത്ത് വെക്കണം. ഇത് നമുക്കൊന്ന് വളർത്തി നോക്കണം. ഏതായാലും ഇതാണ് സമ്മറിന് നമുക്ക് കാര്യമായിട്ട് പ്ലാൻ ഇടാനുണ്ട്. തൊണ്ട സമ്മറിന്. കാരണം കഴിഞ്ഞ പ്രാവശ്യം സമ്മറിൽ നമുക്ക് മുഴുവൻ ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ വെജിറ്റബിൾസിനെയൊക്കെ. അപ്പം ഇത്തവണ ഞങ്ങൾ ഏതായാലും കാര്യമായിട്ട് ഒന്ന് പരീക്ഷിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. അപ്പൊ പുതിയ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പരിപാടിയാ. നമുക്ക് സീഡ് ഒന്ന് എടുത്ത് നോക്കിയാലോ? ഇച്ചിരി കൂടെ എടുത്തോ, പച്ചഭാഗം കളഞ്ഞേക്ക്. അതിന്റെ തുണിയൊക്കെ മുറിച്ച് കഴിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. അല്ലേ? നല്ല നീളമുള്ള പങ്കിന് നമുക്ക് ആവശ്യത്തിന് നല്ല മണമുണ്ട്. ആ നാട്ടിലെ മത്തങ്ങയുടെ മണം കണക്ക്. പക്ഷെ നമ്മുടെ മറ്റേ മത്തങ്ങയ്ക്ക് ഇത്രയും മണം ഇല്ല. ശരി, അത് ശരിയാട്ടാ. വട്ടം കണ്ടില്ലേ? വട്ടം കണ്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് പോവോ, കുരു പോവോ? കുറച്ചുള്ളട്ടോ സാധനം. അതാ പറഞ്ഞേ, കുറവേ ഉള്ളൂ. കണ്ടോ, ഇവിടെയും കൂടെ ഉണ്ട് കുറച്ച്, വളരെ കുറച്ച് സീഡേ ഉള്ളു. കണ്ടോ, എണ്ണാവുന്ന അത്രേ ഉള്ളൂ. അതിനകത്ത് തന്നെ നോക്കിയേ, 3-4 ഉള്ളു. വളരെ സ്പെഷ്യൽ ആട്ടോ. ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉള്ള കാരണം. അതെ, ഒരെണ്ണം തന്നെ മതി. 3-4 എഫക്റ്റ് ഉണ്ട്. കാരണം അടുത്ത വർഷത്തെ കൃഷിക്ക് പംകിൻ കുറെ ഉണ്ടാക്കണം. പംകിൻ ഉണ്ടാക്കണം. അത് കണക്ക് എന്താ പറയാ, കുമ്പളങ്ങ ആണേലും കുറച്ചും കൂടെ വൈഡ് ആയിട്ട് വളർത്തണം. കിട്ടാൻ കുറച്ച് പാടുള്ള സാധനമാണ്. നോക്കി, ഞാൻ ആ സീഡ് മുഴുവൻ എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ. ഏതായാലും അപ്പം നമ്മളുടെ ഫ്രണ്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇതിനകത്തുണ്ട്, അടിപൊളി സാധനം. ഇതിനകത്തൊന്ന് ഇറക്കിയെടുക്കാം. ഇതിനി എടുത്ത് ഏതായാലും നല്ലവണ്ണം ഒന്ന് ഉണക്കി എടുത്ത് വെക്കണം. കാരണം അല്ലെങ്കിൽ പൂപ്പല് കയറും.
അപ്പൊ അതൊന്ന് നല്ലപോലെ ഉണക്കി എടുത്ത് സണ്ണ് അനുവദിക്കുമെന്ന് അറിയത്തില്ല. ആകപ്പാടെ മഴയും തണുപ്പും ഒക്കെ തുടങ്ങി. ഒന്നിനും സമ്മതിക്കത്തില്ല. സൂര്യഭഗവാൻ കനിയുന്നില്ലെന്ന്. മത്തങ്ങളൊക്കെ അല്ല സൂര്യഭഗവാന്റെ പണി. ഇത്രയും കുഴിവുള്ളൂ. പക്ഷെ മറ്റേതാണെങ്കിൽ ഒരു പാത്രം നിറച്ച് പംകിൻ സീഡ്സ്. ഈ പംകിൻ നടാൻ വേണ്ടി വേറെ കുറച്ച് സ്ഥലം വാങ്ങേണ്ടി വരുന്നു. ഇവിടെ ഓറഞ്ച് മരമൊക്കെ അപ്പുറത്തെ വീട്ടിലേക്ക് ചാഞ്ഞു കിടക്കുക. സാരില്ല, അവർക്ക് ചാടിക്കറി പറിക്കാലോ. അല്ലാണ്ട് എന്താ പറയാ, നമുക്ക് മാത്രം കഴിച്ചാ പോരല്ലോ. അപ്പൊ എല്ലാരും നമ്മുടെ ഫിജി പംകിൻ കണ്ടില്ലേ? അപ്പൊ ഏതായാലും ഇത്രയും സീഡ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എല്ലാം എടുത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് മുഴുവൻ എടുത്ത് ഇത് നമുക്ക് കറി വെക്കാനുള്ള എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്ത് ഫ്രീസറിനകത്ത് വെക്കാൻ വേണ്ടി പോവാം. അപ്പൊ ഏതായാലും നല്ല നീളമുള്ള പംകിനാണ്. മണം ഏതായാലും സെയിം ആണ്. ഗുണം എങ്ങനെയാണെന്ന് അറിയില്ല. ഗുണം ഒക്കെ ആയിരിക്കും അല്ലെ? ആയിരിക്കണം. അത് പക്ഷെ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ നമ്മള് കറി വെച്ച് നോക്കിയിട്ട് ഏതായാലും അടുത്ത വീഡിയോസ് ഇടുമ്പോൾ ഞങ്ങൾ പറയാം കേട്ടോ, എങ്ങനെയുണ്ടായിരുന്നെന്ന് പറയാം. പിന്നെ ബാക്കിയുള്ള എടുത്ത് ഫ്രീസറിൽ വെക്കുക. നമ്മൾ ചെയ്യാറുള്ളത് തന്നെ എടുത്ത് വെക്കുകയാണ്. അപ്പം ഏതായാലും ഈ സ്പെഷ്യൽ ഫ്രണ്ടിന് ഏതായാലും വളരെയധികം നന്ദിയുണ്ട്. എന്നാലും പുള്ളിക്കാർക്ക് എന്നാലും അത് ശ്രദ്ധിച്ച്, പുള്ളിക്കാർക്ക് ഈവൻ നമ്മളുടെ മലയാളം വീഡിയോസ് അതിന്റെ ലാംഗ്വേജ് അവർക്ക് അറിയില്ല. പക്ഷെ എന്താ പറയാ, പുള്ളിക്കാർക്ക് കണ്ട് എന്റെ ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. അപ്പൊ പുള്ളിക്കാരത്തി നമ്മളെ കണ്ട് അപ്പൊ പുള്ളിക്കാരത്തി പരിഗണിച്ച്, കാരണം എന്റെ ആ ഗാർഡനിങ് ഇൻട്രസ്റ്റ് കണ്ടിട്ടായിരിക്കും പുള്ളിക്കാരത്തി എനിക്ക് കൊണ്ട് തന്നില്ലേ അത്. അപ്പം ഇല്ലെങ്കിലും ഇത്ര നീളമുള്ള ഒരു മത്തങ്ങയല്ലേ പുള്ളിക്കാരത്തി എനിക്ക് കൊണ്ട് തന്നു. നീ സീഡ് എടുത്ത് സൂക്ഷിച്ചു വെച്ച് അടുത്ത സമ്മറിന് ഇടണോന്നൊക്കെ പറഞ്ഞിട്ടാ കേട്ടോ. പുള്ളിക്കാരത്തി അത്ര കെയറിങ് ആയിരുന്നു. എനിവേ താങ്ക്സ്. പിന്നെ എന്താണ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പംകിൻ ഇഷ്ടമായെന്ന് വെച്ചാൽ പുതിയൊരു ടൈപ്പിലെ ഗ്രേ കളർ ടൈപ്പ് പംകിൻ അല്ലെങ്കിൽ പച്ച കളർ സെയിം ആയിട്ട് ആ വട്ടത്തില് ഇത്ര ഒരു സൈസിലുള്ളതാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇങ്ങനത്തെ ഒരു ലോങ് ആയിട്ടുള്ള പംകിൻ ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ? ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ എല്ലാരും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ. അതായത് വീഡിയോ ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്കും പിന്നെ നാടുകളിലൊക്കെ പൊതുവെ ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഒത്തിരി പേര് കാണുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പൊ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ടല്ലേ ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.